പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. ഇനി 4 നാളുകൾക്കപ്പുറം കേരളം ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ എല്ലാ ആവേശത്തോടും കൂടി അവസാന ലാപ്പിലാണ്. CPIM BJP ഡീൽ ആരോപണത്തിൽ തുടങ്ങി SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധം വരെ സജീവ ചർച്ചയായ തിരഞ്ഞെടുപ്പാണിത്. ഓരോ മണ്ഡലത്തിലെയും ഓരോ വോട്ടും കൂട്ടിയും കിഴിച്ചുമാണ് LDFും UDFും NDAയും മുന്നോട്ട് നീങ്ങുന്നത്. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാവുന്ന മണ്ഡലങ്ങളും ഇത്തവണ ഏറെയാണ്. അത്തരം മണ്ഡലങ്ങളിലൂടെയുള്ള ഇലക്ഷൻ ഹെറാൾഡിന്റെ യാത്ര തുടരുകയാണ്. നമുക്കൊപ്പം ഇന്ന് സമഗ്ര വിശകലനങ്ങൾക്കായി തിരുവനന്തപുരത്ത് നിന്ന് അസോസിയേറ്റ് എഡിറ്റർ മഹേഷ് ചന്ദ്രനും കോഴിക്കോട്ട് നിന്ന് ന്യൂസ് എഡിറ്റർ പ്രസാദ് ഉടുമ്പിശ്ശേരിയുമാണ് ചേരുന്നത്. ഇരുവർക്കും ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് ബേപ്പൂർ മണ്ഡലത്തിലേക്കാണ്. ബേപ്പൂർ മണ്ഡലത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടുത്തെ ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. മന്ത്രി മുഹമ്മദ് റിയാസാണ് മണ്ഡലത്തിൽ തുടർ വിജയം തേടി ഇറങ്ങുന്നത്. ആ മത്സരത്തെ ഏകപക്ഷീയമാക്കാത്തത് മുൻ MLA PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൂടിയാണ്. പിണറായിസത്തിനും മരുപോലിസത്തിനും എതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDF സ്ഥാനാർത്ഥിയായ അൻവറിന്റെ മത്സരം. സംസ്ഥാനത്തെ റോഡ് വികസനത്തിലടക്കം റിയാസ് സൃഷ്ടിച്ച നേട്ടങ്ങൾ വിജയം നേടിത്തരുമെന്ന് LDFും അവിടെ കണക്കുകൂട്ടുന്നുണ്ട്. വീണ്ടും ഒരു മത്സരത്തിന് പ്രകാശ് ബാബുവിനെ ഇറക്കി NDAയും മണ്ഡലത്തിൽ സജീവം തന്നെയാണ്. ആദ്യം നമുക്ക് ആ സ്ഥാനാർത്ഥികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നേരത്തെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ LDF സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണയും PA മുഹമ്മദ് റിയാസ് തന്നെ മത്സരിക്കുന്നു. അദ്ദേഹം പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയാണ്. ബേപ്പൂർ സിറ്റിംഗ് MLA ആണ്. മണ്ഡലത്തിൽ നിന്ന് 2ാം മത്സരമാണ് അദ്ദേഹത്തിന്റെ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് PA മുഹമ്മദ് റിയാസ്. രണ്ടാമതായി UDFനായി മത്സരിക്കാനെത്തുന്നു PV അൻവർ. UDFന്റെ അസോസിയേറ്റ് അംഗമാണ് അദ്ദേഹം. 2016ലും 2021ലും നിലമ്പൂർ MLA ആയിരുന്നു PV അൻവർ. 2025ൽ MLA സ്ഥാനം രാജിവെച്ച് LDF ഇടുകയാണ് ഉണ്ടായത്. ബേപ്പൂർ മണ്ഡലത്തിൽ ആദ്യ മത്സരമാണ് PV അൻവറിൻ്റേത്. മത്സരം ഇത്തവണ UDF പിന്തുണയിലാണ് എന്നുള്ളതും കൂടെയാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന് NDA സ്ഥാനാർത്ഥി ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ പ്രകാശ് ബാബുവാണ് NDAക്കായി ബേപ്പൂർ മണ്ഡലത്തിൽ ഇറങ്ങുന്നത്. BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ് പ്രകാശ് ബാബു. നിയമസഭയിലേക്കുള്ള 3ാം മത്സരമാണ് അദ്ദേഹത്തിൻ്റേത്. 2016ലും 2021ലും ബേപ്പൂരിൽ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ഇനി നമ്മൾ തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്കാണ് പോകുന്നത്. ബേപ്പൂർ അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു, ആരൊക്കെ എത്രയൊക്കെ വോട്ട് നേടി എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ PA മുഹമ്മദ് റിയാസ്, അദ്ദേഹം CPIM LDFിന്റെ കാൻഡിഡേറ്റായി 82,165 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിന്നും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട്. PM നിയാസ് ആയിരുന്നു UDFിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 53,418 വോട്ടുകളാണ് ഇവിടെ നിന്നും നേടിയത്. അന്നും പ്രകാശ് ബാബു ആയിരുന്നു മത്സരിച്ചിരുന്നത്. BJP സ്ഥാനാർത്ഥിയായി 26,267 വോട്ടുകളാണ് നേടാനായത്. അദ്ദേഹത്തിന് 28,747 എന്ന വലിയ ഭൂരിപക്ഷത്തിനാണ് PA മുഹമ്മദ് റിയാസ് 2021 നിയമസഭാ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത്. ഇനി നമ്മൾ നേരെ പോകുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലേക്കാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും MK രാഘവൻ എത്ര വോട്ട് നേടി, അതുമാത്രവുമല്ല എളമരം കരീം എത്ര വോട്ട് നേടി എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. MK രാഘവൻ UDF സ്ഥാനാർത്ഥി, അദ്ദേഹം 76,654 വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ നിന്നും നേടിയത്. എളമരം കരീമായിരുന്നു CPIMനായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം 57,093 വോട്ടുകളാണ് ഇവിടെ നിന്ന് നേടിയത്. BJP സ്ഥാനാർത്ഥിയായി MT രമേശ് ആയിരുന്നു കോഴിക്കോട് നിന്ന് മത്സരിച്ചിരുന്നത്. അദ്ദേഹം 25,943 വോട്ടുകളാണ് ഇവിടെ നിന്നും നേടിയത്. കോൺഗ്രസിനായിരുന്നു ഇവിടെ ലീഡ് എന്നുള്ളതും നമുക്ക് കാണേണ്ടതുണ്ട്. ഇനി 19,561 വോട്ടിൻ്റെ ലീഡായിരുന്നു ഇവിടെ UDFിനുണ്ടായിരുന്നത്. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകളിലേക്കാണ് പോകുന്നത്. 14 കോർപ്പറേഷൻ വാർഡുകളാണുള്ളത്. അതിൽ കക്ഷിനില നോക്കിയാൽ LDF 9, UDF 3, NDA 1, ADS 1. ഇതാണ് 14 കോർപ്പറേഷൻ വാർഡുകളുടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബേപ്പൂരിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുനിസിപ്പാലിറ്റികൾ കൂടി പരിശോധിക്കുമ്പോൾ ഫറൂഖ് മുനിസിപ്പാലിറ്റി അത് UDFിനൊപ്പം നിൽക്കുന്നു. രാമനാട്ടുകരയും UDFിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കണക്ക്. ഇനി നമ്മൾ വീണ്ടും ബേപ്പൂർ പഞ്ചായത്തുകളുടെ ഏതൊക്കെ പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. കടലുണ്ടി LDFിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രധാന പഞ്ചായത്തായി 2020ലും ഈ കടലുണ്ടി പഞ്ചായത്ത് LDFിനൊപ്പമായിരുന്നു നിന്നിരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഒരു മണ്ഡല ചിത്രം എന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ വിശകലനത്തിനായി മഹേഷ് ചന്ദ്രനും പ്രസാദ് ഉടുമ്പിശ്ശേരിയുമാണ് ചേരുന്നത്. ആദ്യം ഞാൻ മഹേഷ് ചന്ദ്രനിലേക്ക് പോവുകയാണ്. മഹേഷ്, ബേപ്പൂർ ഒരു ചുവപ്പ് കോട്ടയാണ്. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത ഏകപക്ഷീയമായ മത്സരത്തിനപ്പുറം അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു എന്നുള്ളൊരു പ്രതീതിയുണ്ട്. അത് PV അൻവറിൻ്റെ വരവോടെ തന്നെയാണ്. ബേപ്പൂർ പോരിൻ്റെ ഇതുവരെയുള്ള ചിത്രം എന്താണ്? ഒരു അൻവർ ഫാക്ടർ ഇത്തവണ മണ്ഡലത്തിൽ വർക്കാകാനുള്ള സാധ്യതയുണ്ടോ മഹേഷ്?
എന്തും സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF എന്തായാലും. ശ്യാമിലി പറഞ്ഞ പോലെ തന്നെ 13 തെരഞ്ഞെടുപ്പുകൾ നടന്നൊരു മണ്ഡലമാണ് ഇതുവരെയുള്ള 67 ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 12 തവണയും LDF ജയിച്ച മണ്ഡലമാണ് ബേപ്പൂർ. അത്രയധികം ഇടതുപക്ഷത്തിന് അടിത്തറയുള്ള മണ്ഡലമാണ് ബേപ്പൂർ. മാത്രമല്ല നമുക്ക് അറിയാവുന്ന പ്രമുഖനായ TK ഹംസ 92 മത്സരിക്കുമ്പോൾ അന്ന് കോലിബി സഖ്യം എന്ന് പറയുന്ന വിവാദമായ സഖ്യമുള്ള കാലമാണ്. അന്ന് കോൺഗ്രസും ലീഗും BJPയും കൂടി ഒരു പൊതു സ്ഥാനാർത്ഥി നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവിടെ ഹാട്രിക് വിജയം, അപ്പോൾ 3-ാം തവണയും ജയം TK ഹംസയ്ക്ക്. അത്രയധികം CPIM-ന് അടിത്തറയുള്ളൊരു മണ്ഡലമാണ് ബേപ്പൂർ. അവിടുത്തെ മേഖലകളിലൊക്കെ തന്നെയും അത്തരത്തിലുള്ള മേധാവിത്വമുണ്ട്. പക്ഷേ ഇവിടെ UDF ഇപ്പോൾ നടത്തുന്ന പരീക്ഷണം അത് അൻവറിലൂടെയാണ്. അൻവറിനെ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം അത് പ്രത്യേകിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ എന്ന നിലയിൽ മാത്രത്തേക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ചിത്രീകരിക്കാനുമുള്ള നീക്കത്തിൻ്റെ ഒരു ഭാഗം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ CPIM-ൽ ചില വിഭാഗീയ പ്രവണതകൾ ആ ബേപ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്, ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ വോട്ടുകൾ സമാഹരിക്കുവാൻ അൻവറിലൂടെ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. BJPക്ക് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂർ എന്ന് കാണും. പ്രകാശ് ബാബു വീണ്ടും മത്സരിക്കുന്നു. ഓരോ തവണയും ഭൂരിപക്ഷം ഉയർന്ന തരത്തിലേക്കാണ് പ്രകാശ് ബാബു പോകുന്നത്. അവിടെ ഇത്തരത്തിലേക്ക് കോലിബി സഖ്യം നിലവിലുണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണം കൂടി LDF മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും LDF-ൽ നിന്നും CPIM-ൽ നിന്നുള്ള ചില വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൽ ജയിച്ച് കയറാമെന്നാണ് അൻവർ കണക്കുകൂട്ടുന്നത്. ആ കണക്കുകൂട്ടൽ ശരിയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശ്യാമിലി. ശരി, അപ്പോൾ മഹേഷ് പറഞ്ഞെടുത്തു തന്നെ ഞാൻ പ്രസാദിലേക്ക് പോവുകയാണ്. അതായത് ചില കൂട്ടലുകൾ മണ്ഡലത്തിൽ അതാണ് UDF-നുള്ളത്. അതായത് LDF-ൽ നിന്ന് പുറത്തു പോകുമ്പോൾ മുതൽ വലിയ ആരോപണ ശരങ്ങളാണ് പിണറായി വിജയനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ഒക്കെ PV അൻവർ ഉന്നയിച്ചിരുന്നത്. അൻവറിൻ്റെ പ്രചാരണം മുഴുവൻ ഇതിൽ മാത്രം ഊന്നിയാണ് ഈ മണ്ഡലത്തിൽ നിൽക്കുന്നത് തന്നെ. മറിച്ച് റിയാസ് ആണെങ്കിൽ വികസനം മുന്നോട്ട് വെച്ചുള്ള പ്രചാരണത്തിലുമാണ്. ഈ മണ്ഡലത്തിലെ സ്വീകാര്യത എങ്ങനെയാണ്? ഇനി വെറും 4 നാൾ കൂടി മാത്രമേ പോളിംഗ് ബൂത്തിലേക്കുള്ളൂ. അപ്പോൾ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇരുവരെയും സ്വീകരിക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു ട്രെൻഡ് പ്രസാദ്? ശ്യാമിലി, നേരത്തെ മഹേഷ് പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു മത്സര പ്രതീതി അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ തുടക്കത്തിൽ PV അൻവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ബേപ്പൂർ മണ്ഡലത്തിൽ വളരെ സജീവമായി തന്നെ നിന്നിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിൻ്റെ പ്രഖ്യാപനം തന്നെ ഇനി ബേപ്പൂരിൽ മരുമോനിസം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ UDF-ൻ്റെ ഭാഗമായി മാറുകയും ഇവിടെ ബേപ്പൂരിൽ മത്സരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ PV അൻവറിൻ്റെ ഒരു ആക്രമണ മൂർച്ച അതല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ബേപ്പൂരിൽ ജയിക്കണമെങ്കിൽ CPM-ൽ നിന്ന് അല്ലെങ്കിൽ LDF-ൽ നിന്ന് വോട്ടുകൾ അടിയൊഴുക്കിലൂടെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ സമാഹരിച്ചാൽ മാത്രമേ ബേപ്പൂരിലൊരു വിജയം സാധ്യമാവുള്ളൂ. നേരത്തെ മഹേഷ് പറഞ്ഞതുപോലെ 91-ൽ കോലിബി സഖ്യമെന്ന് ആയിട്ടുള്ളൊരു ആരോപണം നേരിട്ട് ആ കാലഘട്ടത്തിൽ പോലും CPM-നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ 77-ൽ മാത്രമാണ് 1977-ൽ മാത്രമാണ് അവിടെ LDF-ന് പരാജയം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷമുള്ള പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും CPM-ആണ് ജയിച്ചത്. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിൽ പോലും അവിടെ CPM-ന് ജയിച്ചു വരാം എന്നുള്ളത് തന്നെയാണ് ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നത്. 2011-ൽ ആദം മുൻസിയാണ് അന്ന് എളമരത്ത് കരീമിനെതിരെ പിന്നീട് ഏറ്റവും ശക്തമായ ഒരു മത്സരം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അന്ന് 6,000 താഴെ വോട്ടിന് മാത്രമാണ് അന്ന് എളമരത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷമൊന്നും അത്ര ശക്തമായ ഒരു മത്സരം ബേപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ BJPയുടെ വോട്ട് വലിയ തോതിൽ വർദ്ധിച്ചു വരികയും അവർക്ക് ഒരു 25,000-ഓളം വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും 25,000-ഓളം വോട്ട് കിട്ടും. പക്ഷേ കൂടുതൽ വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. ഇപ്പോൾ അൻവറിനെതിരെ ഈ തുടക്കത്തിൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളോടൊന്നും പ്രതികരിച്ചു പോകുന്ന ഒരു രീതി മുഹമ്മദ് റിയാസിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പക്ഷേ അതിന് മാറ്റം വന്നിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് നടത്തിയിട്ട് അല്ലെങ്കിൽ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞാണ് മുഹമ്മദ് റിയാസ് പോകുന്നത്. അൻവറിനെതിരെ പരാതി കൊടുത്തു. അദ്ദേഹം റിയാസിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നു എന്ന രീതിയിലുള്ള പരാതി കൊടുത്തിരുന്നു. അങ്ങനെ അവർ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പോലും ഒരു LDF-ൻ്റെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ എത്തിയിരിക്കുന്നത് മണ്ഡലത്തിലെ ആളുകളല്ല. PV അൻവർ നിലമ്പൂരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് പ്രവർത്തനം നടത്തുന്നു. അത് അവിടുത്തെ സാഹചര്യങ്ങളെ മോശമാക്കുന്ന രീതിയിലേക്ക് അത് പോകുന്നു എന്നുള്ള ആരോപണമെല്ലാം LDF-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ജയസാധ്യത അല്ലെങ്കിൽ എന്താണ് UDF-ന് ഒരു പ്രതീക്ഷയ്ക്ക് വക എന്ന് പറയുന്നത് 2 മുനിസിപ്പാലിറ്റികൾ
രാമനാട്ടുകരി ആണെങ്കിലും ഫറോക്ക് ആണെങ്കിലും അവിടെ UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ രീതിയിൽ അവിടെ ഒരു ലീഡ് ഉണ്ടാക്കുകയും കടലുണ്ടിയിൽ ഒപ്പത്തിനൊപ്പം വരികയും പിന്നീട് അത് വലിയ തോതിൽ ലീഡുണ്ടാക്കിയാൽ മാത്രമേ ഫറോക്കുന്നും രാമനാട്ടുകരയിൽ നിന്നും വലിയ തോതിൽ ലീഡുണ്ടാക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു സാധ്യത വരികയുള്ളൂ. കോർപ്പറേഷൻ്റെ കണക്ക് നേരത്തെ ഷാമിലി അവിടെ വായിച്ചതാണ്. അപ്പോൾ 14 കോർപ്പറേഷൻ ഉള്ളതിൽ 9 എണ്ണവും അവിടെ LDFിനൊപ്പം നിൽക്കുന്ന വളരെ ശക്തി കേന്ദ്രങ്ങളാണ്. 3 എണ്ണം മാത്രമാണ് UDFൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എങ്ങനെ പരിശോധിച്ചാലും CPMന് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ബേപ്പൂരിലില്ല. പക്ഷെ നല്ലൊരു മത്സര പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി, ഇനി നമ്മൾ നേരെ പോകുന്നത് തൃത്താലയിലേക്കാണ്. സംസ്ഥാനത്തെ ഹോട്ട് സീറ്റുകളിൽ ഒന്നാണ് ഇക്കുറി തൃത്താല. അത്രത്തോളം വീറും വാശിയും LDF സ്ഥാനാർത്ഥിയായ മന്ത്രി MB രാജേഷും UDFൻ്റെ VT ബൽറാമും തമ്മിലുള്ള മത്സരത്തിനുണ്ട്. ഇരുവരുടെയും കാലത്ത് മണ്ഡലത്തിലുണ്ടായ വികസനങ്ങളുടെ താരതമ്യമാണ് പ്രധാന പ്രചാരണ വിഷയം തന്നെ. അത് ഒരു ഘട്ടത്തിൽ സംവാദത്തിനുള്ള വെല്ലുവിളി വരെയായി. എന്തായാലും നമുക്ക് ഇത്തവണ ആരൊക്കെയാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് തുടങ്ങി മറ്റു കണക്കുകളിലേക്ക് പോകാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ MB രാജേഷും VT ബൽറാമുമാണ് നേർക്കുനേർ പോരാട്ടത്തിനായി ഉള്ളത്. LDF കാൻഡിഡേറ്റായി MB രാജേഷ് വരുന്നു. അദ്ദേഹം നമ്മുടെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. തൃത്താലയിലെ സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. 2009-ലും 2014-ലും പാലക്കാട്ട് നിന്ന് MP ആയിട്ടുണ്ട് അദ്ദേഹം. CPIM സംസ്ഥാന സമിതി അംഗം കൂടിയാണ് MB രാജേഷ്. ഇനി UDF സ്ഥാനാർത്ഥിയായി വരുന്നത് മണ്ഡലത്തിന് പരിചിതനായ VT ബൽറാം തന്നെയാണ്. 2011 മുതൽ 2021 വരെ തൃത്താല MLA ആയിരുന്നു അദ്ദേഹം. KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ് VT ബൽറാം. തൃത്താലയിൽ 4ാം മത്സരത്തിനാണ് VT ബൽറാം ഇറങ്ങുന്നു എന്നുള്ളതും പ്രസക്തമായ കാര്യമാണ്. ഇനി NDA സ്ഥാനാർത്ഥിയായി V ഉണ്ണികൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ. പാർട്ടിക്കുള്ളിൽ അറിയപ്പെടുന്നത് മികച്ച സംഘാടകനായിട്ടാണ് ഉണ്ണികൃഷ്ണനെ അറിയപ്പെടുന്നത്. ഇനി തൃത്താല അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ കണക്കുകൾ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ MB രാജേഷ് 69,814 വോട്ടുകൾ അവിടെ നിന്നും നേടി, 45.84%. VT ബൽറാം നേടിയിരിക്കുന്നത് 66,798 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയിരിക്കുന്നത്. ടൈറ്റ് ഫൈറ്റ് തന്നെയായിരുന്നു മണ്ഡലത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. ശങ്കുട്ടി ദാസായിരുന്നു BJPക്കായി 3ാം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം 12,851 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്. അതിൽ തന്നെ 3,016 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് MB രാജേഷ് 2021 തൃത്താല അസംബ്ലി മണ്ഡലം UDFിൽ നിന്നും പിടിച്ചെടുത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ തൃത്താല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഈ തൃത്താല വരുന്നത്. അബ്ദുൾ സമദ് സമദാനിയായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹം 59,820 വോട്ടുകൾ തൃത്താലയിൽ നിന്നും നേടിയിട്ടുണ്ട്. 42.98%. CPM LDF കാൻഡിഡേറ്റായി KS ഹംസയായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹം 50,617 വോട്ടുകളാണ് നേടിയിരുന്നത്. അഡ്വക്കേറ്റ് നിവേദിത BJPക്കായി മത്സരിച്ചപ്പോൾ 26,162 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. 9,203 വോട്ടിൻ്റെ ലീഡ് ഇവിടെ UDFന് ഉണ്ടായിരുന്നു ഈ മണ്ഡലത്തിൽ നിന്നുള്ളതും. നമുക്ക് ആ കണക്കും കൂടി ഒന്ന് ഓർക്കാം. മറ്റൊന്ന് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. UDFനൊപ്പം 5 പഞ്ചായത്തുകൾ നിന്നപ്പോൾ LDFന് 3 പഞ്ചായത്തുകളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം ഉറപ്പിക്കാനായത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്തുകൾ ഏതൊക്കെ പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ UDFനൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകളാണ് ഇതൊക്കെ. ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി LDFനൊപ്പം നിൽക്കുന്നു. പരുതൂർ LDFനൊപ്പം നിൽക്കുന്നു. പട്ടിത്തറ UDFനൊപ്പം, തിരുമിറ്റക്കോട് LDFനൊപ്പം, തൃത്താല UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ. അപ്പോൾ മണ്ഡല ചിത്രം ഇതാണ്, കണക്കുകളൊക്കെ ഇതാണ്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും പഞ്ചായത്തുകളൊക്കെ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി ഞാൻ വീണ്ടും മഹേഷിലേക്ക് പോവുകയാണ്. ആദ്യം മഹേഷ്, തൃത്താലയിൽ ഒരു ത്രില്ലർ പോരാട്ടമാണ് അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. സത്യത്തിൽ VT ബൽറാമിൻ്റെ ഒരു ഹാട്രിക് വിജയം തടഞ്ഞ് മണ്ഡലം തിരിച്ചുപിടിച്ച MB രാജേഷ് MLAയും മന്ത്രിയും ഒക്കെയായി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനം മുന്നോട്ട് വെച്ചാണ് MB രാജേഷ് ഈ മണ്ഡലം നിലനിർത്താൻ ഇറങ്ങുന്നത്. അതേസമയം 5 വർഷം മണ്ഡലത്തിൽ തുടർച്ചയായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു VT ബൽറാം എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചുപിടിക്കാനുള്ള ഒരു വാശിയിലുമാണ് അദ്ദേഹം. തൃത്താലയിലെ ട്രെൻഡ് എന്താണ് മഹേഷ്? ശ്യാമിലി, തൃത്താല പ്രവചനാതീതമായ സ്ഥിതിയിലാണ് ഉള്ളത്. കാരണം തൃത്താല ഒരു MB രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലം CPM തിരിച്ചു കിട്ടും അല്ലെങ്കിൽ വീണ്ടും നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ മത്സരം വളരെയധികം കടുത്ത മത്സരത്തിലേക്ക് പോയിരിക്കുന്നു. നമുക്കറിയാം 2011 VT ബൽറാം ആദ്യമായിട്ട് ജയിക്കുന്നത്. ആരുമൂലം ദീർഘകാലം സംവരണ മണ്ഡലമായിരുന്നു തൃത്താല. ആ തൃത്താല ഒരു സ്റ്റാർ മണ്ഡലമായി മാറുന്നത് VT ബൽറാമിൻ്റെ വരവോടുകൂടിയാണ്. 2011 ബൽറാം ജയിക്കുന്നു, 2016 വീണ്ടും വിജയിക്കുന്നു.
2021 അട്ടിമറി വിജയം നേടിക്കൊണ്ട് 3000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ MP രാജേഷ് എത്തുന്നത്. ആ MP രാജേഷ് പിന്നീട് സ്പീക്കറായി, മന്ത്രിയായി. ഈ സ്പീക്കറും മന്ത്രിയുമായിരുന്ന കാലയളവിൽ മണ്ഡലത്തിൽ അദ്ദേഹം പതിവ് എത്തുന്നുണ്ടായിരുന്നില്ല. അത് എത്താൻ കഴിയാത്ത സാഹചര്യം. അദ്ദേഹത്തിന് സ്പീക്കർ നിലയിൽ നിയമസഭാ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. മന്ത്രി നിലയിൽ നിരവധി തദ്ദേശ വകുപ്പിൻ്റെയും എക്സൈസ് മുതലുള്ള മന്ത്രിയാണ്. വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം VT ബൽറാം മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്യാമിലി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷം തോറ്റിട്ടും അടുത്ത വിജയത്തിന് വേണ്ടിയുള്ള പണിയെടുക്കുന്നുണ്ടായിരുന്നു VT ബൽറാം. അതോടൊപ്പം തന്നെയാണ് BJPക്ക് നിർണായകമായ വോട്ട് സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാണ് തൃത്താല. കഴിഞ്ഞ തവണയും BJP വോട്ട് മറിച്ചു എന്നുള്ള ആരോപണം, പ്രത്യാപനങ്ങളൊക്കെ സജീവമായിരുന്നു. അവിടെ BJPയുടെ മുന്നേറ്റം കൂടി നിർണായകമാണ്. BJP വോട്ടുകൾ മറിയുമെന്ന തരത്തിലേക്കുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്, അത്തരത്തിൽ അഭ്യൂഹങ്ങളുമുണ്ട്. എന്തായാലും അത് ആർക്ക് മറിയും, ആർക്ക് കിട്ടുമെന്നൊക്കെ തന്നെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തൃത്താലയിൽ ഉണ്ടാകുന്നത്. എന്തായാലും MBRന് വളരെ സുഗമമായി മുന്നോട്ട് പോകാനെങ്കിൽ വിജയം ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഘട്ടമല്ല ഇത്. പക്ഷേ MP രാജേഷ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ശരി പ്രസാദ്, വലിയ സംവാദ വെല്ലുവിളി അവിടെയും ഉണ്ടായിരുന്നു. VT ബൽറാം MLA ആയ 10 വർഷത്തെയും രാജേഷ് MLA ആയ 5 വർഷത്തെയും ഒക്കെ വെച്ച് ആരാണ് ബെസ്റ്റ്, തൃത്താലക്കാർ ആരുടെ പ്രവർത്തനത്തിലാണ് ഹാപ്പി എന്നതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. എന്തായാലും കിഫ്ബി വഴിയൊക്കെ ഏകദേശം 150 കോടിയുള്ള പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയതായി MP രാജേഷ് പറയുന്നത്. അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തീരദേശ റോഡും സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണവും ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ രാജേഷിനുള്ള ഒരു അനുകൂല ഘടകമാകുമോ? മറിച്ച് VT ബൽറാമിൻ്റെ പ്രചാരണങ്ങൾ എന്താണ് അവിടെ? പ്രസാദ് തീർച്ചയായും പാലക്കാട് ഒരുപാട് കാലം പ്രവർത്തിക്കുകയും ചെയ്തതാണ് നമ്മുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തീർച്ചയായും ആ മേഖലകളും സ്ഥലങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത്. എന്താണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് സംസാരങ്ങൾ? എങ്ങനെയാണ് അവിടുത്തെ സ്വീകാര്യത? ശ്യാമിലി, അവിടെ അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് തന്നെ പറയാൻ കഴിയും. കഴിഞ്ഞ തവണ 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് MP രാജേഷ് വിജയിച്ച സാഹചര്യത്തിൽ അന്ന് VT ബൽറാമിനെതിരെ കോൺഗ്രസിനകത്ത് ഒരു വലിയ വിഭാഗം എതിരായിട്ട് തന്നെ നിന്നിരുന്നു എന്നുള്ളതാണ്. അവർ ലീഡ് പ്രതീക്ഷിച്ചിരുന്ന ആനക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ, ആ പഞ്ചായത്തിലൊക്കെ അവിടെ പ്രതീക്ഷിച്ചത്രയും വോട്ട് നേടാൻ കഴിയാത്ത ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ അന്ന് VT ബൽറാമിനുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊപ്പം മുൻ DCC പ്രസിഡന്റായിട്ടുള്ള CV ബാലചന്ദ്രൻ ഉൾപ്പെടെ, അദ്ദേഹമാണ് പരസ്യമായി തന്നെ VT ബൽറാമിനെതിരെയൊക്കെ നിന്നിരുന്ന ഒരാൾ, ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചു എന്നുള്ളതാണ് VT ബൽറാമിൻ്റെ അല്ലെങ്കിൽ UDF ക്യാമ്പിൽ നിൽക്കുന്ന ഒരു വലിയ ആശ്വാസം. മറ്റൊന്ന്, ഇതിനകത്ത് കപ്പൂർ പഞ്ചായത്ത് കഴിഞ്ഞ തവണ അത് പിന്നെ LDF നിന്നായിരുന്നു, UDF തിരിച്ചു പിടിച്ചു. അതോടൊപ്പം തന്നെ തൃത്താലയിൽ UDF ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. തൃത്താലയൊക്കെ സാധാരണ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പഞ്ചായത്താണ്. അവിടെയൊക്കെ UDFന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ ശ്യാമിലി ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷവും VT ബൽറാം ആ മണ്ഡലത്തിൽ വളരെ സജീവമായി 5 വർഷവും വളരെ സജീവമായി നിന്നിരുന്നു. കഴിഞ്ഞ 2 വർഷം അതിനേക്കാൾ കൂടുതൽ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും എല്ലാം ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടത്തി എന്നുള്ളതാണ്. MP രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് ഈ BJPയുടെ വോട്ട് വളരെ നിർണായകമായി മാറും. അവരെത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു ശക്തമായ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് തൃത്താല തന്നെയാണ്. നമുക്കങ്ങനെ ഒരു ആർക്കാണ് എഡ്ജ് എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ എല്ലാ അർത്ഥത്തിലും അവിടെ പ്രചരണം വളരെ ശക്തമായി നിൽക്കുന്നു. സംവാദത്തിന് ആദ്യം MP രാജേഷ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ VT ബൽറാം ആരോപണം ഉന്നയിച്ചപ്പോൾ സംവാദത്തിന് ക്ഷണിച്ചു. പക്ഷേ അതിനാദ്യം VT ബൽറാം തയ്യാറായില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സംവാദം, അങ്ങനെ ഒരു വിവാദം ഉണ്ടായ സമയത്ത് ആണ് VT ബൽറാം ഞാനും സംവാദത്തിന് തയ്യാറാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവിടെ വലിയ തോതിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മൾ നേരെ ഒറ്റപ്പാലം മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഇടതു കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒറ്റപ്പാലത്ത് മുൻ MLA PK ശശി CPIM-നെ നേരിടുന്നു എന്നതാണ് മണ്ഡലത്തെ സവിശേഷമാക്കുന്നത്. 2ാം വിജയം നേടി സിറ്റിംഗ് MLA K പ്രേംകുമാർ ഇറങ്ങുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമടക്കം LDF-ന് അനുകൂലവുമാണ്. LDF വോട്ടുകൾ PK ശശിക്ക് എത്രത്തോളം ചോർത്താനാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും UDF-ന്റെ വിജയസാധ്യതകൾ പോലും. NDAയുടെ സാന്നിധ്യമായി മേജർ രവിയും പ്രചാരണത്തിൽ സജീവവുമാണ്. ആദ്യം സ്ഥാനാർത്ഥികളിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയി വരാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LDF-നായി ഇത്തവണ മത്സരിക്കുന്നത് K പ്രേംകുമാറാണ്. ഒറ്റപ്പാലം ഇത്തവണത്തെ സിറ്റിംഗ് MLA കൂടിയാണ് അദ്ദേഹം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പ്രേംകുമാർ. DYFA മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ഇനി UDF സ്ഥാനാർത്ഥി ആരെന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായും
UDF പിന്തുണയിൽ PK ശശി അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഷൊർണൂർ മുൻ MLA ആയിരുന്നു അദ്ദേഹം. അന്ന് LDFിനൊപ്പമായിരുന്നു എന്നുള്ളതും കൂടിയാണ്. മറ്റൊന്ന് KTDC മുൻ അധ്യക്ഷനാണ്. അത് രാജിവെച്ച് പിന്നീട് വിമത കൺവെൻഷനൊക്കെയായി അതിനുശേഷമാണ് പാർട്ടിയിൽ നിന്ന് പുറത്തൊക്കെ പോകുന്നത്. പാർട്ടി വിരുദ്ധ നടപടിക്ക് CPIM പുറത്താക്കിയിരുന്നു അദ്ദേഹത്തെ. മത്സരം UDF പിന്തുണയിലാണ് ഇത്തവണ PK ശശിയുടേത്. NDA സ്ഥാനാർത്ഥിയായി മേജർ രവി വരുന്നു. BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ചലച്ചിത്ര സംവിധായകനും നടനുമൊക്കെയാണ്. മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്, എല്ലാവർക്കും അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കന്നി അംഗമാണ്. മേജർ രവി കൂടി ഒറ്റപ്പാലത്ത് ജനവിധി തേടുന്നു. ഇത്തവണ ഒരു താരപ്രഭാവം കൂടി ഉണ്ട് അപ്പോൾ മണ്ഡലത്തിൽ. ഇനി ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണക്കുകളൊന്ന് പരിശോധിക്കുമ്പോൾ K പ്രേംകുമാർ അദ്ദേഹം 74,859 വോട്ടുകളാണ് ഇവിടെ നിന്ന് നേടിയത്. ഇപ്പോൾ LDFിലുള്ള, എന്നാൽ അന്ന് UDFിലായിരുന്ന P സരിൻ ആയിരുന്നു അന്ന് അവിടെ മത്സരിച്ചിരുന്നത്. 59,707 വോട്ടുകളാണ് P സരിൻ നേടിയിരുന്നത്. മറ്റൊന്ന് BJP സ്ഥാനാർത്ഥിയായി P വേണുഗോപാലൻ ആയിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹം 25,056 വോട്ടുകളാണ് അന്ന് അവിടെ നിന്നും നേടിയത്. ഭൂരിപക്ഷം 15,152 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് K പ്രേംകുമാർ ഒറ്റപ്പാലത്ത് അന്ന് ജയിച്ചു കയറിയിരുന്നത്. ഇനി നമ്മൾ നേരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഒറ്റപ്പാലം വരുന്നത്. പാലക്കാട് അന്ന് മത്സരിച്ചിരുന്നത് UDFിനായി മത്സരിച്ചിരുന്നത് VK ശ്രീകണ്ഠനാണ്. അദ്ദേഹം 57,063 വോട്ടുകളാണ് നേടിയത്. A വിജയരാഘവനായിരുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 54,855 വോട്ടുകൾ നേടി. C കൃഷ്ണകുമാർ ആയിരുന്നു BJPക്കായി മത്സരിച്ചിരുന്നത്. അദ്ദേഹവും ഈ മണ്ഡലത്തിൽ നിന്ന് 42,091 വോട്ടുകളാണ് നേടിയത്. 2,208 വോട്ടിൻ്റെ ലീഡ് മാത്രമേ UDFിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി LDFിനൊപ്പമാണ് നിൽക്കുന്നത്. കക്ഷിനില പരിശോധിക്കുമ്പോൾ UDF 7, LDF 19, NDA 12, മറ്റുള്ളവർ 1. 2020-ലും LDFിനൊപ്പം തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകൾ UDFിനൊപ്പം 2 പഞ്ചായത്തും LDFിനൊപ്പം 5 പഞ്ചായത്തുകളും നിൽക്കുന്നു. ആർക്കൊപ്പം എന്ന് പരിശോധിച്ചാൽ LDFിനൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകൾ അമ്പലപ്പാറ LDFിനൊപ്പം, പൂക്കോട്ടുകാവ് LDFിനൊപ്പം, കടമ്പഴിപ്പുറം LDFിനൊപ്പം, ശ്രീകൃഷ്ണപുരം LDFിനൊപ്പം, കരിമ്പുഴ UDFിനൊപ്പം നിൽക്കുന്നു, തച്ചനാട്ടുകരയും UDFിനൊപ്പം നിൽക്കുന്നു, ലക്കിടി പേരൂർ പഞ്ചായത്ത് LDFിനൊപ്പം നിൽക്കുന്നു. ഇതാണൊരു മണ്ഡല ചിത്രം ഒറ്റപ്പാലത്തെ സംബന്ധിച്ച്. ഞാൻ ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ് ഇത്തവണ പോകുന്നത്. പ്രസാദ്, ഒറ്റപ്പാലത്ത് CPIM വിട്ടെത്തിയ PK ശശിയിലൂടെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങുകയാണ് സത്യത്തിൽ UDF എന്ന് പറയാം. കാരണം ഇതൊരു ഉറച്ച ഇടതുകോട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ഭാഗ്യാന്വേഷണം നടത്തുകയാണ് ഇവിടെ. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഈ VD സതീഷിൻ്റെയും PK ശശിയുടെയൊക്കെ അന്യോന്യം പുകഴ്ത്തലും ഒക്കെ വളരെ കൗതുകത്തോടെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. സത്യത്തിൽ ശശിയിലൂടെ ഒരു ഇടതു വോട്ടുകൾ ചോർത്തി മണ്ഡലം പിടിക്കാൻ UDFിന് കഴിയുമോ? എന്താണ് പ്രസാദിന് തോന്നുന്നത്? ഷാമിലി, അതാണ് UDFിൻ്റെ പ്രതീക്ഷ. അതായത് PK ശശി മത്സരിക്കുമ്പോൾ CPMനകത്ത് നിന്ന് കുറേ അദ്ദേഹത്തിന് സ്വാധീനമുള്ള കുറേ CPM വോട്ടുകൾ, ഇടതുപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുകയും അങ്ങനെ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു UDFിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഈ ഒറ്റപ്പാലം മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസിനകത്ത് PK ശശിയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അതൃപ്തി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം PK ശശി അറിയാം, ഒരുപാട് ആരോപണങ്ങളൊക്കെ CPMനകത്ത് നിൽക്കുന്ന സമയത്ത് നേരിടുകയും പാലക്കാട്, പ്രത്യേകിച്ച് പാലക്കാട്ടെയും ഒറ്റപ്പാലത്തെയൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കൾ PK ശശിക്കെതിരെ സമരമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തിരിച്ച് പെട്ടെന്ന് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് ആളുകൾ തന്നെയുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹരിഗോവിന്ദൻ, അദ്ദേഹം ഏറെക്കുറെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയതാണ്. അങ്ങനെയാണ് അവിടെ സരിൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി 2021 മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത്. ഇത്തവണ ഹരിഗോവിന്ദൻ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാവുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ മാറ്റി അവിടെ അദ്ദേഹത്തിന് ഷൊർണൂർ മത്സരിപ്പിക്കുകയും PK ശശി പിന്നീട് UDFിൻ്റെ ഭാഗമായി വരികയൊക്കെ ചെയ്യുന്നത്. അവിടെ PK ശശിക്ക് നിന്നും ഇവർ പ്രതീക്ഷിച്ചത് എന്താണോ അത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, PK ശശി തീരെ വോട്ട് പിടിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ വളരെ കുറഞ്ഞൊരു ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് LDFിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും വോട്ട് പിടിക്കാൻ PK ശശിക്ക് കഴിയില്ല എന്നുള്ളതാണ്. PK ശശി CPMൻ്റെ ഭാഗമായി നിന്ന സമയത്ത് PK ശശിക്കെതിരെ അല്ലെങ്കിൽ വിയോജിപ്പുണ്ടായിരുന്ന ആളുകൾ പാർട്ടിയോടൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ PK ശശി CPM വിട്ടുപോയപ്പോൾ അവർ പലരും വളരെ സജീവമായി, CPM പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സജീവമായി CPMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഒറ്റപ്പാലത്ത് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, അവിടെ
പ്രേംകുമാറിനെതിരെ മറ്റ് ആരോപണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് മേജർ രവി BJPയുടെ സ്ഥാനാർത്ഥി, BJPക്ക് അവിടെ 25,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു പെർഫോമൻസ് നടത്തിയ പാർട്ടിയാണ് BJP. ഇപ്പം BJP മേജർ രവി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി മേജർ രവിയുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ. PK ശശിക്ക് ഒരു വലിയ വിജയം അല്ലെങ്കിൽ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നൊന്നും അവർ കരുതുന്നില്ല. ഇനിയിപ്പോൾ വലിയ ട്രെൻഡൊക്കെ വന്നാൽ, ഒരു UDFന് അനുകൂലമായി കേരളത്തിൽ മുഴുവനും ഒരു ട്രെൻഡൊക്കെ വന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെ UDFന് പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ. എന്തായാലും PK ശശി അവിടെ ഇത്രയും കാലം CPMൻ്റെ ഭാഗമായി നിന്ന, CPMൻ്റെ ഏറ്റവും ശക്തനായ നേതാവായി നിന്നിരുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നു, മത്സരിക്കുന്നു എന്നൊരു കൗതുകം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു വലിയ ഭീഷണിയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം അവിടെയില്ല. ശരി, മഹേഷ് ചന്ദ്രനിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. മഹേഷ്, അപ്പോഴും CPIഎമ്മിനും പാലക്കാട് ജില്ലാ നേതൃത്വത്തിനുമൊക്കെ എതിരെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു വലിയ വിമത കൺവെൻഷൻ കൂട്ടായ്മയൊക്കെ നടന്നിരുന്നത്. അതിൽ അതിഥിയായൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ PK ശശി അവിടെ എത്തുന്നു. വലിയൊരു മാധ്യമ ശ്രദ്ധ നേടിയ, എല്ലാവരും ശ്രദ്ധിച്ച, ഈ പറയുന്നത് പോലെ LDF CPIഎം നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ കൊഴിഞ്ഞാമ്പാറ പോലെയുള്ള സ്ഥലങ്ങൾ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉൾപ്പെടുന്നില്ല എന്നുമുണ്ട്. അതിനിടയിലാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോലും PK ശശിക്ക് അത്ര ഈ പിന്തുണയ്ക്കുമ്പോഴുള്ള എതിർപ്പുകൾ അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെട്ട് നിൽക്കുന്ന ഒരു വിമത വിഭാഗമുണ്ട്. അവരുടെ പിന്തുണയും PK ശശിക്ക് ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, മഹേഷ്? ശ്യാമിലി, വിസ്മയം അത്ര കണ്ട് വിജയമാകില്ല എന്ന സൂചനയാണ് എന്തായാലും അവിടെ ഒറ്റപ്പാടത്ത് നിന്ന് കിട്ടുന്നത്. PK ശശിക്കെതിരെ ഇപ്പം പ്രസാദ് പറഞ്ഞ പോലെ തന്നെ അവിടെ പ്രാദേശികമായിട്ട് കോൺഗ്രസ് നല്ല എതിർപ്പുണ്ട്. അതുപോലെ CPM നിന്നും അങ്ങനെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന നേതാവല്ല ഇപ്പോൾ PK ശശി. അദ്ദേഹം വിഭാഗീയതയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിനെതിരെ നിരന്തര ആരോപണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അധികം പേരുമായിട്ടും പണ്ടുമായിട്ടും വെറുപ്പിക്കുന്ന തരത്തിലേക്ക് വർഷമായ ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ തന്നെ തിരിച്ചടിയാകുമെന്ന സൂചനയാണ് ഉള്ളത്. എന്തായാലും കോൺഗ്രസ് പ്രതീക്ഷ പോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകൾക്കൊപ്പം LDFിൽ നിന്ന് CPIഎമ്മിൽ നിന്ന് വോട്ടുകൾ സമാഹരിച്ച് കൊണ്ടുവന്നാൽ ഒറ്റപ്പാലത്ത് ഒരു അട്ടിമറി ജയം നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു UDFിനുണ്ടായിരുന്നതെങ്കിൽ ആ പ്രതീക്ഷ ഇപ്പോൾ അസ്ഥാനത്താണ്. തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് എന്തായാലും ആ മണ്ഡലത്തിൽ നിന്ന് വരുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം മാധ്യമപ്രവർത്തകരടക്കം വളരെ മോശമായി പെരുമാറുന്ന ശശിയുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ തന്നെ ഈ ഒറ്റപ്പാലം എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ പ്രദേശത്ത് അവിടെ അത്രയധികം ജനസ്വാധീനം എന്തായാലും പാർട്ടിക്കുള്ളിൽ അത് സ്വാധീനം ശശിക്കില്ല എന്നുള്ളത് വ്യക്തവുമാണ്. പിന്നെ BJP പിടിക്കാൻ പോകുന്ന വോട്ടുകൾ, BJP വളർന്നു വരുന്നൊരു മണ്ഡലം കൂടിയാണ് ഒറ്റപ്പാലം. അവിടെ മേജറുടെ സാന്നിധ്യത്തിൽ കുറേയധികം വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അങ്ങനെ BJP അവരുടെ വോട്ടുകൾ കൃത്യമായി പിടിക്കുകയും അതുപോലെ തന്നെ CPM നിന്ന് വോട്ടുകൾ അധികം മറിഞ്ഞു പോകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും കോൺഗ്രസ്സുകാർ തന്നെ ശശിക്കെതിരെ നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ അക്കാര്യത്തിൽ പ്രേംകുമാറിന് വലിയ പ്രശ്നമുണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ശ്യാമിലി, ശരി, ഇനി നമ്മൾ നേരെ പോകുന്നത് തളിപ്പറമ്പിലേക്കാണ്. PK ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വവും പിന്നാലെ CPMലുണ്ടായ പൊട്ടിത്തെറിയും കൊണ്ടാണ് തളിപ്പറമ്പ് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ UDF പിന്തുണയിൽ മത്സരിക്കാനെത്തിയതോടെ തളിപ്പറമ്പിലെ പോരാട്ടവും വാശിയേറിയതായിട്ടുണ്ട്. നിലവിൽ LDFിൻ്റെ ഇളക്കം തട്ടാത്ത കോട്ടയായ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ സൃഷ്ടിക്കാൻ ഇടയുള്ള ചലനങ്ങളിലാണ് UDF പ്രതീക്ഷ അത്രയും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും ആ മണ്ഡലത്തെ ഉറ്റുനോക്കുമ്പോഴും അതുതന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. എന്തായാലും ഇനി ആരൊക്കെ മത്സരിക്കുന്നു എന്ന് നമ്മൾ വളരെ പെട്ടെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ LDFന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ PK ശ്യാമളയാണ് LDF സ്ഥാനാർത്ഥിയായി ഇത്തവണ അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രചാരണവും തുടരുകയാണ്. CPIഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അവർ ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സണായിരുന്നു PK ശ്യാമള. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ മത്സരമാണ്. മറ്റൊന്ന്, TK ഗോവിന്ദനാണ് മത്സരിക്കുന്നത്. പാർട്ടി CPIഎം വിട്ട് എത്തി UDFിൻ്റെ പിന്തുണയോടെ അവിടെ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ജനവിധി തേടുകയാണ് TK ഗോവിന്ദൻ. CPIഎം വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു. UDF പിന്തുണയോടെയാണ് മത്സരം. CPIഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗമാണ്. നിയമസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരമാണ്. ഇനി NDA സ്ഥാനാർത്ഥിയായി വരുന്നത് N ഹരിദാസ് ആണ്. BJP കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റാണ് അദ്ദേഹം. 2021 തലശ്ശേരിയിൽ പത്രിക നൽകിയെങ്കിലും അന്ന് തള്ളുകയാണ് ഉണ്ടായിരുന്നത്. ഇനി തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൻ്റെ ഒരു കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2021 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നമുക്കറിയാം നിലവിലെ CPIഎം സംസ്ഥാന സെക്രട്ടറിയായ
എം വി ഗോവിന്ദനാണ് അവിടെ നിന്നും നിലവിലെ സിറ്റിംഗ് MLA എം വി ഗോവിന്ദൻ 92,870 വോട്ടുകളാണ് അവിടെ നിന്നും സമാഹരിച്ചത്. 52.14%. കോൺഗ്രസിനായി UDF-നായി മത്സരിച്ചിരുന്നത് VP അബ്ദുൾ റഷീദാണ്. അദ്ദേഹം 70,181 വോട്ടുകൾ അവിടെ നിന്നും നേടിയിട്ടുണ്ട്. BJP-ക്കായി AP ഗംഗാധരനാണ് മത്സരിച്ചത്. 13,058 വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ നിന്നും നേടിയത്. 22,689 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ജയിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തളിപ്പറമ്പ് വരുന്നത്. K. സുധാകരനായിരുന്നു മത്സരിച്ചിരുന്നത് UDF-നായി. അദ്ദേഹം 84,331 വോട്ടുകൾ ഇവിടെ നിന്നും നേടിയിട്ടുണ്ട്. MV ജയരാജനാണ് LDF കാൻഡിഡേറ്റായി ഉണ്ടായിരുന്നത്. 75,544 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് C. രഘുനാഥ് ആയിരുന്നു. അദ്ദേഹം 16,706 വോട്ടുകൾ നേടിയിട്ടുണ്ട്. UDF-ന് 8,787 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു തളിപ്പറമ്പിൽ നിന്ന് അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികൾ ആന്തൂർ LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. 2020-ലും അങ്ങനെ തന്നെയായിരുന്നു. ഇനി തളിപ്പറമ്പ് UDF-നൊപ്പം നിൽക്കുന്നു. കക്ഷിനില പരിശോധിച്ച് കഴിഞ്ഞാൽ 17, LDF 15, NDA 3. 2020-ലും UDF-നൊപ്പമായിരുന്നു. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പഞ്ചായത്തുകൾ ആർക്കൊപ്പം ഏറ്റവും കൂടുതൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ LDF-നൊപ്പം 5 പഞ്ചായത്തുകൾ നിൽക്കുന്നു. UDF 2 പഞ്ചായത്ത് UDF ഭരിക്കുന്നു. ഇനി LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ കുറുമാത്തൂര്, കുറ്റ്യാട്ടൂര്, പരിയാരം, കുറ്റ്യാട്ടൂർ, ഇത്രയും മലപ്പട്ടം, മയ്യിൽ ഈ പഞ്ചായത്തുകൾ LDF ഭരിക്കുമ്പോൾ ചപ്പാരപ്പടവ്, കൊളച്ചേരി എന്നിവ UDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മണ്ഡല ചിത്രം. ഞാൻ വീണ്ടും മഹേഷിലേക്ക് പോവുകയാണ്. ആദ്യം മഹേഷ്, മണ്ഡല രൂപീകരണ ശേഷം ഒറ്റത്തവണ മാത്രമാണ് സത്യത്തിൽ തളിപ്പറമ്പ് കൈ പിടിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇത്തവണ പക്ഷേ ദീർഘകാല CPI ബന്ധം ഉപേക്ഷിച്ചെത്തിയ TK ഗോവിന്ദനെ പിന്തുണയ്ക്കാൻ UDF തീരുമാനിച്ചത് മുതൽ തളിപ്പറമ്പ് ഉറ്റുനോക്കുന്ന മണ്ഡലമാവുകയാണ്. മാത്രവുമല്ല LDF സ്ഥാനാർത്ഥി PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ മുറുമുറുപ്പുണ്ടായിരുന്നു താനും. അതിൽ വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നിരന്തരം മറുപടി പറയുന്ന നേതാക്കളെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ 2 സ്ഥാനാർത്ഥികൾ മുഖാമുഖം വരുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ ജനപ്രീതിയിലൊക്കെയുള്ള ചർച്ചകളാണ് ഒരു ഘട്ടത്തിൽ നടന്നിരുന്നത്. ഇവരുടെ അതിപ്പോൾ PK ശ്യാമളയായാലും സ്വീകാര്യത കുറവാണ്, അതിന് മുകളിൽ പരിഗണിക്കേണ്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു അപ്പോഴുണ്ടായിരുന്ന വാദം. മാത്രവുമല്ല പാർട്ടിയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കേട്ടിരിക്കുന്നു അവിടെ CPIM. എന്തായാലും തളിപ്പറമ്പ് TK ഗോവിന്ദനിലൂടെ പിടിക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ് UDF. അത് എത്രത്തോളം അതിനുള്ളൊരു സാധ്യതയുണ്ട്, എന്താണ് അവിടെയുള്ള ട്രെൻഡ്? ശ്യാമിലി പറഞ്ഞുകൊണ്ട് തന്നെ തളിപ്പറമ്പ് ഒരു ചെങ്കോട്ട തന്നെയാണ്. MV രാഘവൻ അടക്കമുള്ള നേതാക്കൾ ജയിച്ചു വന്ന മണ്ഡലമാണ് CPM-ന് വേണ്ടി. CPM-ന് എപ്പോഴും വ്യക്തമായ ഭേദാഭിത്തം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ തളിപ്പറമ്പിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഉണ്ടായത്. കാരണം തളിപ്പറമ്പിൽ PK ശ്യാമളുടെ പേര് വരുന്നു. ആ പേരിനെതിരെയുള്ള എതിർപ്പുകൾ പാർട്ടിയുടെ കീഴടങ്ങളുടെ കമ്മിറ്റികളിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട്, ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ അവിടെ PK ശ്യാമള തന്നെ സ്ഥാനാർത്ഥിയാണെന്ന തീരുമാനത്തിലേക്ക് എത്തി. PK ശ്യാമള സ്ഥാനാർത്ഥിയാണെന്ന വാർത്തകൾ വരുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെയും അത് വെറുതെ മാധ്യമങ്ങൾ നൽകുന്നൊരു വാർത്തയാണ്. മുൻപ് AK ബാലൻ്റെ ഭാര്യ ജമീല പാലക്കാട് മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്ക് വന്ന വാർത്തകൾ പോലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്ത, അതിനപ്പുറത്തേക്കൊന്നുമില്ല, അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ പാർട്ടിയുടെ അണികളിലുണ്ടായിരുന്നു. പക്ഷേ അവരെ പലരും അമ്പരപ്പിച്ചുകൊണ്ടാണ് PK ശ്യാമള സ്ഥാനാർത്ഥി വന്നത്. PK ശ്യാമള ഒരു നേതാവായി വന്ന ആൾ തന്നെയാണ്. MV ഗോവിന്ദൻ്റെ ജീവിത പങ്കാളി എന്നതിനപ്പുറത്തേക്ക് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് SFIയുടെ DYFIയുടെ നേതൃനിരയിലുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. പക്ഷേ അവിടെ N. സുകന്യയെ പോലുള്ള നേതാക്കളുണ്ട്. ആ N. സുകന്യയെ പോലുള്ളവരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത്. ഒരു മകളെ, ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അവരെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി നമ്മുടെ അഭിമുഖത്തിൽ പറഞ്ഞത്. പക്ഷേ അവിടെ മറ്റ് പരിഗണിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ആളുടെ ഭാര്യ എന്നുള്ളത് അയോഗ്യത അല്ല എന്നതിനപ്പുറം തന്നെ അവർ പ്രത്യേക യോഗ്യതയാണോ എന്ന ചോദ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും അതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണമായത്. പാർട്ടി അമ്പരപ്പിച്ചുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി മെമ്പറാണ് TK ഗോവിന്ദൻ. TK ഗോവിന്ദനെ പോലെ നേതാവ് വിമതനായിട്ട്, അതും കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്നുള്ളത് വലിയ തലവേദനയാണ് LDF ഉണ്ടാക്കിയിരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ 8,500 വോട്ടുകളുടെ ലീഡ് നേടിയ
ഒരു ഭാഗം കൂടിയാണ് ഈ തളിപ്പറമ്പ് കൂടി ചേർത്ത് വായിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലേക്ക് UDF മുൻതൂക്കം നേടാൻ പലയിടത്തും കഴിഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. അവിടെ അത്തരത്തിലേക്ക് വോട്ടുകൾ CPM നിന്നുള്ള ഇത്തരത്തിലേക്കുള്ള എതിരഭിപ്രായമുള്ളവരുടെ വോട്ടുകൾ സമാഹരിച്ച് TK ഗോവിന്ദനിലൂടെ അട്ടിമറി വിജയം നേടാവുന്നതാണ് UDF കണക്കുകൂട്ടുന്നത്. പക്ഷേ CPM ഒരു രീതി വെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ മൂന്നാംവട്ടം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിന് ആടിവെക്കുന്ന തരത്തിലേക്ക് അതിന് തകർക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടികൾ പോകാനുള്ള സാധ്യതയില്ല എന്നാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത പക്ഷേ അവർ കണക്ക് കൂട്ടുകയും ചെയ്തു. എന്തായാലും അവിടെ കടുത്ത മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ശബരി. ശരി, പ്രസാദിലേക്ക് കൂടി ഞാൻ പെട്ടെന്ന് പോവുകയാണ്. പ്രസാദ്, അതായത് ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം വഴി കുടുംബാധിപത്യം അടക്കമുള്ള പഴി കേട്ടിരുന്നു CPM. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം ഇത്തവണ അങ്ങനെയല്ല എന്ന് നേതാക്കൾ തിരുത്തുകയും അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം നിലനിർത്തുക PK ശ്യാമളയിലൂടെ എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടമായി തന്നെയാണ് CPM കാണുന്നത്. ഒരു ഘട്ടത്തിൽ പ്രചാരണത്തിൽ മുഴുവൻ മുൻനിര നേതാക്കളും അവിടെ അണിനിരക്കുന്ന ഒരു നിലയും ഉണ്ടായി. ഇത്രത്തോളം രാഷ്ട്രീയ ഉദ്വേഗമുണ്ട് സത്യത്തിൽ ഈ മണ്ഡലത്തിൽ ഈ ഘട്ടത്തിൽ. ഷാമിലി, CPM-നെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പ് അവർക്ക് എല്ലാ അർത്ഥത്തിലും അത് പരിശോധിക്കേണ്ട ഒരു കാരണം, ഒന്ന്, കണ്ണൂരിനകത്ത് അവിടുത്തെ ജില്ലാ നേതാക്കൾക്കിടയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലും സമീപകാലത്തുണ്ടായിട്ടുള്ള പല ഭിന്നതകളും വിയോജിപ്പിൻ്റെയും ഒരു അനന്തരഫലമാണ് TK ഗോവിന്ദൻ്റെ ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ്. TK ഗോവിന്ദൻ ഏതെങ്കിലും സാഹചര്യത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് CPM കരുതുന്നത്. ഇപ്പം TK ഗോവിന്ദൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഏറെക്കാലം അവരുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയും ഒക്കെ നല്ല സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഒരു നേതാവാണ്. അദ്ദേഹമാണ് അപ്രതീക്ഷിതമായി പോയി UDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തളിപ്പറമ്പ് മാത്രമല്ല, പയ്യന്നൂരിലും നമ്മളത് കണ്ടതാണ്. അപ്പം കണ്ണൂരിൽ നിന്നും സാധാരണ എപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവരുടെ എല്ലാ അർത്ഥത്തിലും അവരൊരു ഉരുക്കുകോട്ട എന്ന് തന്നെയാണ് കണ്ണൂർ പറയാറുള്ളത്. ആലപ്പുഴ പോലെയുള്ള CPM-ൻ്റെ വലിയ ശക്തിയുള്ള സ്ഥലമാണെങ്കിലും, ആലപ്പുഴയാണെങ്കിലും പാലക്കാടാണെങ്കിലും അപ്പോൾ വിഭാഗീയതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കണ്ണൂർ എന്ന് പറയുന്നത് മിക്കവാറും സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വലിയ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി അവർക്കുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി TK ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ വരുന്നു, അവിടെ മത്സരിക്കുന്നു, അവരുടെ സാഹചര്യമുണ്ട്. അപ്പം അവിടെ എല്ലാ അർത്ഥത്തിലും വിജയിക്കേണ്ടത് CPM-ന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. കാരണം അതല്ല എങ്കിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് CPM-ന് തന്നെ അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. മഞ്ചേശ്വരം മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഓരോ തവണയും വിജയിക്കുമെന്ന് തോന്നിപ്പിച്ച ശേഷം ജയത്തിനരികെ വീഴുന്ന ചരിത്രം BJP ഇക്കുറിയെങ്കിലും മാറ്റുമോ? സംസ്ഥാനത്ത് BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സീറ്റിൽ K സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാനെത്തുമ്പോൾ മഞ്ചേശ്വരത്ത് ഉയരുന്ന ചോദ്യം ഇതുതന്നെയാണ്. 845 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് സിറ്റിംഗ് MLA AK അഷ്റഫിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ രണ്ടാം ജയത്തിനായി ഇറങ്ങുമ്പോൾ മികച്ച ലീഡ് എന്ന ലക്ഷ്യം കൂടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അഷ്റഫിന്റെ മനസ്സിലും ഉണ്ട്. എന്തായാലും മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കണക്കുകളിലേക്ക് കടക്കുന്നില്ല, സമയപരിമിതിയുണ്ട്. ഞാൻ നേരെ ആദ്യം മഹേഷ് ചന്ദ്രനിലേക്ക് പോകുന്ന മഹേഷ്, മെയ് 4-ന് വോട്ടെടുമ്പോൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അത് മണ്ഡലത്തിലെ ത്രികോണ പോരാട്ടം കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 2 തവണയായി കപ്പിനും ചുണ്ടിനും ഇടയിലാണ് BJPക്ക് മണ്ഡലം കൈവിടുന്നത്. ഇത്തവണ ഡീൽ ആരോപണങ്ങൾ കൂടി പൊതുമണ്ഡലത്തിലുണ്ട്. SDPI വോട്ടുകൾ പ്രധാനമായി വരികയാണ് ഇവിടെ. മണ്ഡലം നിലനിർത്തുമോ UDF? താമര വിരിയുമോ അവിടെ? ഡീൽ വിവാദം പ്രതിഫലിക്കുമോ? തീർച്ചയായിട്ടും ഷാമിലി പറഞ്ഞ പോലെ തന്നെ കേരളമാകെ മാത്രമല്ല രാജ്യമാകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മഞ്ചേശ്വരം എന്ന് പറയാം. മഞ്ചേശ്വരത്ത് BJP ഇപ്പോൾ ജയിക്കുന്ന കപ്പിനും ചുണ്ടിനിടയിൽ 2-3 തവണയാണ് സുരേന്ദ്രന് വിജയം നഷ്ടമായത്. ഒരു തവണ അത് 89 വോട്ടുകൾക്കാണ് എങ്കിൽ കഴിഞ്ഞ 800ഓളം വോട്ടുകൾക്കാണ്. എന്തായാലും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP മുന്നോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രനോട് മത്സരിച്ചത്. K സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. എങ്കിലും മഞ്ചേശ്വരത്ത് തന്നെ സുരേന്ദ്രൻ നിന്നാലാണ് ജയസാധ്യത കൂടുതലെന്നാണ് BJP വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തോടെ മത്സരിപ്പിച്ചത്. എന്തായാലും സിറ്റിംഗ് MLA ആണ് എതിരെ നിൽക്കുന്നത്. ഇവിടെ ഒരു അട്ടിമറി ഉണ്ടാകുന്ന അല്ലെങ്കിൽ CPM വോട്ടുകൾ മറിക്കുന്നതുകൊണ്ടാണ് തങ്ങൾ വിജയിക്കാത്തതെന്നാണ് BJPയുടെ നിരന്തരമുള്ള പരാതി. മതേതര വോട്ടുകളുടെ ഏകീകരണം നടക്കുന്നതാണ് കാരണമെന്നാണ് CPM മറുപടിയായി പറയുന്നത്. എന്തായാലും ഈ കപ്പിന് ചുണ്ടിനിടെ നഷ്ടപ്പെട്ടു പോയ ആ വിജയം നേടിയെടുക്കാൻ K സുരേന്ദ്രന് കഴിയുമോ എന്നുള്ളത് തന്നെയായിരിക്കും കേരളമാകെ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. ആ ഫലത്തിനായിട്ട് ഫലം അറിയാൻ മാത്രമേ അത് അറിയാൻ കഴിയൂ. അത്രയധികം കടുത്ത മത്സരം ആ മണ്ഡലത്തിൽ നടക്കുന്നു. പ്രസാദ് എങ്ങനെ വിലയിരുത്തുന്നു? ഇതൊക്കെ ആർക്ക് അനുകൂലമായും ആർക്ക് പ്രതികൂലമാകും? SDPI വോട്ടുകൾ എത്രത്തോളം നിർണായക ഘടകമാകുന്നുണ്ട് ഇത്തവണ?
ഷമിൽ, അത് തന്നെയാണ്. SDP വോട്ടുകൾ ആയിരിക്കും ഇത്തവണ നിർണായകമായി ആ മണ്ഡലത്തിൽ മാറുക എന്നുള്ളതാണ്. കാരണം SDP ആദ്യം സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുകയും പിന്നെ വലിയ എതിർപ്പുകൾ അത് BJP സഹായിക്കാനാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നതിനെ തുടർന്ന് ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളുകളും SDP കാസർഗോഡ് ജില്ലാ നേതൃത്വം UDF സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അവർ ഒരു കാരണവശാലും UDF വോട്ട് ചെയ്യില്ല എന്ന് ചില നേതാക്കളെല്ലാം തന്നെ പരസ്യമായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകൾ എവിടേക്കാണ് പോകുക? LDF പോകുന്നതെങ്കിൽ അപ്പോൾ LDF UDF തമ്മിൽ 25,000-ഓളം വോട്ടിന്റെ വ്യത്യാസം അവിടെയുണ്ട്. BJP ആണ് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വോട്ടുകൾ SDP വോട്ടുകൾ LDF പോയി കഴിഞ്ഞാൽ അവിടെ BJP ജയിക്കാനൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം നിർണായകമായി മാറുക ഈ SDP നിലപാട് തന്നെയാണ്. നേരത്തെ മഹേഷ് പറഞ്ഞതുപോലെ BJP പലപ്പോഴും വിജയിച്ചു എന്നൊരു ഘട്ടത്തിൽ പോലും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. 89 വോട്ടിന് പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ് അവിടെ. അപ്പോൾ അത് ശക്തമായി BJP ഒരു നല്ലൊരു മത്സരം അവിടെ ഇത്തവണ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന SDP നിലപാട് അവിടെ നിർണായകമായി മാറാൻ പോവുകയാണ്. ശരി, മഞ്ചേശ്വരത്തിൻ്റെ വിശകലനമാണ് നമ്മളിപ്പോൾ നടത്തിയത്. എന്തായാലും ഇലക്ഷൻ ഹെറാൾഡ് ഇവിടെ ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം, ശുഭരാത്രി.